നമസ്കാരം, ജയകൃഷ്ണനാണ്. ഇന്ന് വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ മിനിയേച്ചർ എടക്ക ചെയ്യാമെന്ന് വിചാരിക്കും. അതിൻ്റെ കാര്യങ്ങൾ പറയാം. ആദ്യമായിട്ട് നമ്മൾ വേണ്ടത് കുറ്റിയാണ്. നമ്മൾ സാധാരണ ഒറിജിനൽ വലിയ എടക്ക കുറ്റി എങ്ങനെയാണോ ഉണ്ടാക്കുന്നത് അതുപോലെ പ്ലാവിൻ്റെ മരത്തടിയിൽ കടഞ്ഞെടുത്തിട്ട് ചെയ്യുന്നതാണ് എടക്കക്കുറ്റി. നമ്മൾ സാധാരണ ചെയ്യുന്നതിൻ്റെ ആനുപാതികമായ അളവിൽ ചെയ്ത് അതിന് നമ്മൾ പനങ്കണ്ണി കെട്ടി റെഡിയാക്കി വെച്ചതാണ് കുറ്റി. ഓക്കെ, പിന്നീട് ആവശ്യം നമുക്ക് അതിന് വേണ്ടുന്ന വട്ടങ്ങളാണ്. അത് നമ്മൾ വളയലുണ്ടാക്കി അതിന് എടക്കത്തോല്, അതായത് ഉള്ളൂരി മാടി റെഡിയാക്കി വെച്ചിട്ടുള്ളതാണ്. അത് കോർത്ത്, രണ്ട് വട്ടങ്ങൾ കോർത്ത് നമ്മൾ ചരടിൽ കോർത്ത് റെഡിയാക്കിയിട്ട് പൊതയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നീട് നമുക്ക് ആവശ്യം പൊടിപ്പുകളാണ്. പൊടിപ്പുകൾ ഇതുപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു കൊലയിൽ 8 എണ്ണം, അങ്ങനെ ഒരു ജീവക്കോലിൽ 16 എണ്ണം, അങ്ങനെ 4 ജീവക്കോലിലും കൂടിയിട്ട് 64 പൊടിപ്പുകളാണ് വേണ്ടത്. അത് വലുതിനായാലും ചെറുതിനായാലും കണക്കന്നെ. ജീവക്കോല് ഇതുപോലെ നമ്മൾ കൈ കൊണ്ട് തന്നെ ഉണ്ടാക്കിയതാണ്. ഉണ്ടാക്കുന്ന വീഡിയോ വേണമെങ്കിൽ പിന്നീട് ഇടാം. കൈ കൊണ്ട് നമ്മൾ കത്തി ഉപയോഗിച്ചിട്ട് ചെയ്തെടുത്തതാണ് ഇത്. ജീവക്കോല് ഒറിജിനലിൻ്റെ അതേ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തതാണ്. രണ്ട് സെറ്റ് പൊടിപ്പ് ഇതിൽ കെട്ടിയാൽ ഇങ്ങനെ ഉണ്ടാവും. ഇങ്ങനത്തെ 4 ജീവക്കോലുകൾ നമ്മൾ കെട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്, 4 എണ്ണം. പിന്നീട് നമുക്ക് വേണ്ടുന്നത് ഒരു കച്ചയാണ്. ഞാൻ എൻ്റേതായ ഒരു ഡിസൈനിൽ ഇത് നമുക്ക് കാറിലൊക്കെ ഹാങ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ കുറച്ച് ഹാർഡായ കച്ച ആയിക്കോട്ടെ എന്ന് വെച്ചാൽ, ഇല്ലെങ്കിൽ കാറിന് ഇങ്ങനെ ഗ്ലാസ്സിന് അടിക്കുന്നത് കൊണ്ട് കുറച്ച് ഹാർഡായ ഒരു കച്ച ഉണ്ടാക്കിയെടുക്കുന്നത്. സാധാരണ നമ്മൾ ലേസൊക്കെ വെച്ചിട്ടാണ് കച്ച ഉണ്ടാക്കുക. ഇതിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് മാത്രം ചെയ്തെടുക്കുന്നതാണ്. ഓക്കെ, ഇനി നമ്മൾ കുറ്റിക്ക് ഒരു കുറ്റി ചരട് ഉണ്ടാവും സാധാരണ എടക്കയുടെ കുറ്റിക്ക്. അപ്പോൾ അതിന് സാങ്കല്പികമായിട്ട് നമ്മളൊരു ചരട് കെട്ടുകയാണ് ചെയ്യുന്നത്. അത് കാണിച്ചു തരാം. കുറ്റിച്ചരട് ഒക്കെ കെട്ടി നമ്മളിത് കോർക്കാൻ പോവുകയാണ്. ചെറുതാവുമ്പോൾ നമ്മൾ പണിയെടുക്കുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യണം, ഇല്ലെങ്കിൽ പണി കിട്ടും. ശബ്ദം നോക്കണ്ട, ശബ്ദം ഇത്ര ചെറിയ സാധനം ശബ്ദിക്കില്ല. പക്ഷെ നമുക്കതുപോലെ രൂപത്തിൽ ചെയ്തെടുക്കാം എന്നേ ഉള്ളൂ കേട്ടോ. നമ്മൾ കോർത്ത് കഴിഞ്ഞു. ഒരു കെട്ടുകൂടി ഇട്ടിട്ട് ഇതിന് ചുറ്റുമാണ്.
ഇടയ്ക്കൊക്കെ സാധാരണ 5 ചുറ്റാണെന്നാണ് പറയുന്നത് കേട്ടിട്ടുള്ളത്. അപ്പോൾ 5 ചുറ്റ് നമ്മളും ചുറ്റുകയാണ്. ചുറ്റിയതിന് ശേഷം ബാക്കി നമ്മളിവിടെ ഇങ്ങനെ കെട്ടി വെക്കും. സാധാരണ നമ്മുടെ ഇടയ്ക്കയുടെ കോല് ഇതിനാണ് തൂക്കിയിടുക. അപ്പോൾ ഇത്രയുമായി. ഇനി നമ്മൾ കച്ച കെട്ടാൻ പോവുകയാണ്. ചെറിയതായതുകൊണ്ട് പണിയെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കൈ ഇതിൻ്റെ ഉള്ളിലൂടി പോവില്ല, അത്രക്കും ചെറുതാണല്ലോ. ഒരു ഭാഗം കച്ച കെട്ടി കഴിഞ്ഞു. ഇനി അടുത്ത ഭാഗം. നമ്മൾ ഇടയ്ക്ക് കച്ച കെട്ടി കഴിഞ്ഞു. ഇനി ജീവക്കോല് അതിന് വെക്കുകയാണ്. സാധാരണ ഇടയ്ക്ക ചെയ്യുന്നത് പോലെ തന്നെയാണ് നമ്മളിതും ചെയ്യുന്നത്, വ്യത്യാസമൊന്നുമില്ല. നമ്മൾ അതും വെച്ചു. ഇടയ്ക്കയുടെ മിനിയേച്ചർ അടക്കയുടെ പണി കഴിഞ്ഞു. പൂർണ്ണമായിട്ടൊരു മിനിയേച്ചർ അടക്കയായി. ഇതിന് കോലും കൂടെ വെക്കണം. കോല് ഉണ്ടാക്കിയതില്ല, ഉണ്ടാക്കിയിട്ട് ഞാനതും കൂടെ കാണിച്ചു തരാം.